ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒരു മാസം പൂർത്തിയാകുമ്പോൾ യുദ്ധനിയമങ്ങൾക്കും ധാർമ്മിക നിയമങ്ങൾക്കും എതിരായി ഹമാസ് തീവ്രവാദികൾ യുദ്ധത്തെ മറയാക്കി ചെയ്തുകൂട്ടുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളുടെ ദൃശ്യങ്ങൾ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. നിരപരാധികൾ കൊല്ലപ്പെടുന്നത് പരമാവധി കുറയ്ക്കാൻ വടക്കൻ ഗാസയിലുള്ളവർ തെക്കോട്ടേക്ക് താൽക്കാലികമായി മാറുവാനുള്ള അറിയിപ്പുമായി ഇതുവരെ 15 ലക്ഷം മുന്നറിയിപ്പ് ലീഫ്ലെറ്റുകളാണ് വിവിധ നിറങ്ങളിൽ വിവിധ ദിവസങ്ങളിൽ വിമാനങ്ങളിൽ നിന്ന് ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വിതറിയത്. അതുകൂടാതെ 20,000-ഓളം ഫോൺ കോളുകളിലൂടെ വടക്കൻ ഗാസ നിവാസികളെ ഇക്കാര്യം നേരിട്ട് വിളിച്ചറിയിച്ചു. അറബി ഭാഷയിൽ 60 ലക്ഷം റെക്കോർഡഡ് സന്ദേശങ്ങൾ മൊബൈൽ ഫോണുകളിലേക്ക് അയച്ചും ഇസ്രയേൽ പാലസ്തീനികൾക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഈ വിധത്തിൽ മനുഷ്യത്വപരമായ നടപടികളുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുമ്പോൾ ഇതിന് നേർവിപരീതമാണ് ഹമാസിന്റെ പ്രവർത്തികൾ. വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പോകുന്നവർക്ക് മുൻപിൽ ബ്ലോക്കേഡ് സൃഷ്ടിച്ചും ചിലരെ വെടിവെച്ചു കൊന്നും ഹമാസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വടക്കൻ ഗാസയിൽ അവശേഷിക്കുന്നവരെ അവിടെ തന്നെ നിലനിർത്തുകയാണ്. ജബാലിയ പ്രവിശ്യയിൽ നിന്ന് സിവിലിയന്മാർ രക്ഷപ്പെട്ട് പുറത്തു പോകുന്നത് തടയാൻ ഹമാസ് തീവ്രവാദികൾ റോഡുകൾ ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും ഇസ്രയേൽ ഒരുക്കിയ മാനുഷിക ഇടനാഴി വഴി അനേകർ പലായനം തുടരുന്നുണ്ട്. വടക്കൻ ഗാസയിലെ കട്ടാരി ഷെയ്ഖ് ഹമദ് ഹോസ്പിറ്റലിനുള്ളിലെ ഹമാസിന്റെ തുരങ്ക കവാടവും ആശുപത്രി ബിൽഡിംഗിനുള്ളിൽ നിന്ന് ഹമാസ് വെടിവെക്കുന്ന ദൃശ്യവും IDF പുറത്തുവിട്ടിരുന്നു. 2010-ൽ നിർമ്മിച്ച ഇൻഡേഷ്യൻ ആശുപത്രിയാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത്. നിർമ്മിക്കുമ്പോൾ തന്നെ ഭീകരവാദ ടണലുകളും കൺട്രോൾ റൂമുകളും സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ വെറും 80 മീറ്റർ ദൂരെ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനും. അതായത് ഹമാസിന്റെ ഭീകരകേന്ദ്രങ്ങളുടെ മുകളിലാണ് നിരപരാധികളെ മനുഷ്യകവചമാക്കി ആശുപത്രികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവർ ആശുപത്രികൾ നിർമ്മിക്കുന്നത് മനുഷ്യരെ രക്ഷിക്കാനോ കൊല്ലാനോ. പാലസ്തീൻ യൂത്ത് മൂവ്മെന്റ് സെന്ററിനുള്ളിലും മോസ്കിനുള്ളിലും റോക്കറ്റ് പിറ്റുകളും ബാരലുകളും കണ്ടെത്തിയതും IDF വീഡിയോ സഹിതം വിശദീകരിക്കുന്നു. ഗാസയിലെ ഏറ്റവും വലിയ അൽഷിഫ ആശുപത്രിയിൽ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ സ്ഥാപിച്ചും ആശുപത്രിയുടെ അടിയിലിരുന്ന് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്റെയും തെളിവുകൾ കഴിഞ്ഞ ദിവസം IDF പുറത്തുവിട്ടിരുന്നു. ഖത്തറിന്റെയും ഇന്തോനേഷ്യയുടെയും ഒക്കെ സഹായത്താൽ ഇവർ സ്ഥാപിക്കുന്ന ആശുപത്രികളുടെ പരിസരങ്ങൾ പലതും തീവ്രവാദ കേന്ദ്രങ്ങളാണെന്നും ആ ആശുപത്രികളിൽ നിന്ന് ഇന്ധനമടക്കം മോഷ്ടിച്ച് ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ് IDF വെളിപ്പെടുത്തുന്നത്. ആശുപത്രികളും മോസ്കുകളും സ്കൂളുകളും UN സൗകര്യങ്ങളും റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷനും തങ്ങളുടെ കൺട്രോൾ റൂമുകളും തുരങ്കവാതിലുകളുമാക്കുന്ന ഹമാസ് പാലസ്തീൻകാരുടെ രക്ഷകരോ അന്തകരോ എന്ന് കേരളത്തിലെ ഹമാസ് ഫാൻസ് ഇനി പറയട്ടെ. ജനത്തിന് ലഭ്യമാക്കേണ്ട ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനവും ഹമാസ് തങ്ങളുടെ ഓപ്പറേഷനുകൾക്കു വേണ്ടി പിടിച്ചുവച്ചിരിക്കുകയാണ്. ഇസ്രയേലിലേക്ക് ഹമാസ് തൊടുത്തുവിട്ട 10,000-ലേറെ റോക്കറ്റുകളിൽ 800 എണ്ണം ലക്ഷ്യം തെറ്റി ഗാസയിൽ തന്നെ വീണ് ഇതിനകം അനേകം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. UN നിയമങ്ങളനുസരിച്ച് പാലസ്തീൻ സിവിലിയന്മാർക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും പരിരക്ഷകളും ആശുപത്രി സൗകര്യങ്ങളും ദുർവിനിയോഗിച്ചുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ ഭീകരപ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. തീവ്രവാദം മാത്രം തിന്നും കുടിച്ചും ജീവിക്കുന്ന ഭീകരന്മാർക്ക് ധാർമ്മിക ബോധമുണ്ടാകണമെന്നില്ല. എന്നാലും ഏതാനും ഇസ്ലാമിക രാജ്യങ്ങളും തീവ്ര ഇടത് സംഘടനകളും പിന്തുണയ്ക്കുന്ന ഹമാസ് തീവ്രവാദികൾ വളരെ പ്രായം ചെന്നവരെയും തീരെ പ്രായം കുറഞ്ഞ കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും ഭിന്നശേഷിക്കാരെയും ബന്ദികളാക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും നിരപരാധികളായ പാലസ്തീൻ സിവിലിയന്മാരെ മനുഷ്യകവചമായി ഉപയോഗിച്ചും കൊണ്ട് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യത്വത്തിനെതിരായ യുദ്ധക്കുറ്റങ്ങളാണ് ചെയ്തുകൂട്ടിയത്. ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ പാലസ്തീനിലെ സാധാരണക്കാർ കൊല്ലപ്പെടണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഹമാസ് ആക്രമണങ്ങൾ 2 വർഷത്തെ കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് നടപ്പാക്കിയത്. ആശുപത്രികളെ യുദ്ധപശ്ചാത്തലമാക്കിയും നിരപരാധികളെ മനുഷ്യകവചമാക്കി ചൂഷണം ചെയ്യുന്ന ഹമാസ് എന്ന ഈ കൊലപാതക സംഘടനയെ തങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങുന്നതെന്നും അത് ഉച്ചത്തിലും വ്യക്തമായും പറയുമെന്നും ഇസ്രയേൽ സേന ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സ്വന്തം ജനതയോട് ഇത്തരം കൊടും ക്രൂരതകൾ ചെയ്യുന്ന ഹമാസിനു വേണ്ടിയാണല്ലോ കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും ഘോരം വാദിക്കുന്നത് എന്നറിയുമ്പോൾ ഓരോ മലയാളിയും അറിയാതെ മൂക്കത്ത് കൈവച്ചു പോകും.